വിഷു പടിവാതുക്കൽ എത്തി നിൽക്കെ വിഷു വിപണി സജീവമായി എന്നാണ് വിവിധ ബ്യൂറോകൾ അറിയിക്കുന്നത്. കണി ഒരുക്കാനും സദ്യ ഒരുക്കാനും ഒക്കെയായി രാവിലെ മുതൽ തന്നെ കമ്പോളങ്ങളിൽ നല്ല തിരക്കുണ്ട്. കൃഷ്ണവിഗ്രഹങ്ങളും കണിക്കൊന്നകളും പടക്കങ്ങളും ഒക്കെയായിട്ട് നിരവധി ആളുകൾ ഇത് വാങ്ങാനെത്തുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തറും കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനും കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബും അതുപോലെ UAE നിന്ന് മുഹമ്മദ് റഗീസും തത്സമയം ചേരും. ആദ്യം കോഴിക്കോട്ടേക്ക് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ശരിക്കും ഈ പെരുന്നാൾ ദിനത്തിലൊക്കെ അവിടെ ആളൊഴിഞ്ഞ മിഠായി തെരുവൊക്കെ ആയിരുന്നു ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം. എന്നാൽ വിഷു വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ടോ? തീർച്ചയായും SKN, ഗുഡ് മോർണിംഗ്. വലിയ തിരക്കുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം മാർക്കറ്റിലാണ്. വിഷുത്തലേന്നാണ്, അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. വലിയ തിരക്ക് നമുക്കിവിടെയും കാണാൻ കഴിയും. എങ്ങനെയുണ്ട് വിഷു? ഹാപ്പി വിഷു. എന്ത് വിഷു? ഗ്യാസ് ഇല്ലാത്തടത്ത് വിഷു എന്ത് കാര്യം? മൊത്തം ഗ്യാസ് ഇല്ലല്ലോ, ഹോട്ടൽ കച്ചവടം ഒന്നും നടക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ചുടുവെള്ളം പോലും ഹോട്ടലിലൊന്നും കിട്ടുന്നില്ല. ആ സമയത്താണ് നമ്മളെ വാണ്ടർതി വന്നിരിക്കുന്നത്. വിഷു എല്ലായിടത്തും പരാജയമാണ്. എല്ലാം ശരിയാവായിരിക്കും. സാധനങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? വില കൂടുതലുണ്ടോ? ഉള്ളിക്കൊന്നും വിലയില്ല, ആകെ 16 രൂപ. ഉള്ളിക്കൊക്കെ ആ നിലവാരം തന്നെ. കച്ചവടം ഇല്ലാതെ വില കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. പച്ചക്കറി ഐസിലിട്ടൊക്കെ ആയില്ലല്ലോ, പച്ചക്കറിയൊക്കെ അന്നന്ന് തീരണല്ലോ. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ട് പലയിടത്തും. ചേച്ചി, സാധനങ്ങൾ വിഷുവിന്റെ സാധനങ്ങൾ വാങ്ങിയാൽ എങ്ങനെയുണ്ട് ഇത്തവണത്തെ വിഷു? അടിപൊളി. ഗ്യാസ് ഒന്നും കിട്ടുന്നില്ല, അപ്പൊ അത് വിഷുവിനെ ബാധിക്കും. അടുക്കള നമുക്ക് കച്ചവടക്കാർ കൂടെ ചോദിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ചേട്ടാ, വിപണി എങ്ങനെയുണ്ട്? വിഷുവിന്റെ തിരക്ക് കുറവാണ്. സാധനങ്ങളൊക്കെ ഉണ്ട്, തിരക്ക് കുറവാണ്. ഇതൊന്നുമില്ല. മുൻവർഷത്തെ എത്ര തിരക്കില്ല? മുൻവർഷങ്ങളിൽ എത്ര? പാചകവാതം ഒന്നും പലയിടത്തും കിട്ടാനില്ല. അതൊക്കെ വിഷു വിപണിയെ ബാധിച്ചിട്ടുണ്ടോ? ബാധിക്കും, രസം ബാധിക്കല്ലോ. എന്തായാലും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവർക്കും ബാധിച്ചുകൊണ്ട്. ഹോട്ടലുകളില്ല, ചായപ്പീടികളില്ല, ഒക്കെ ബുദ്ധിമുട്ട് തന്നെ. അപ്പം അത്തരത്തിൽ ആശങ്കകളും ഉണ്ട്. SKN ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാചകവാതകത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഹോട്ടലുകളിലടക്കമുള്ള സ്ഥലങ്ങളിലാണ്. ഏതായാലും വിഷുവിന് ഒട്ടും പൊലിമ കുറയ്ക്കാതിരിക്കാൻ വേണ്ടി ആളുകൾ ആ ഒരു തിരക്കിലേക്ക് പോവുകയാണ്. വലിയ തിരക്ക് പാളയത്ത് നിന്നും നമുക്ക് കാണാൻ കഴിയും. SKN. ഓക്കെ, അജി കുഞ്ഞുമനാണ് പാളയത്ത് നിന്ന്, കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കമ്പോളങ്ങളൊക്കെ സജീവമായിട്ടുണ്ട്. നമുക്കറിയാം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ 20 മാസക്കാലം കോവിഡ് നേരിട്ടവരാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്ത് മുഴുവൻ അടിച്ചു വീഴ്ത്തിയപ്പോഴും നമ്മൾ ധൈര്യസമേതം കോവിഡിനെ നേരിട്ട് ആ കോവിഡ് കാലവും കടന്നുപോയി തെളിയിച്ചവരാണ്. അതുകൊണ്ട് ഈ ഗ്യാസ് ഇല്ലായ്മ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം ഉണ്ടാക്കുന്ന മറ്റു ചില കാര്യങ്ങൾ അതൊക്കെ സധൈര്യം നേരിടാൻ നമ്മളെ പഠിപ്പിച്ചതാണ് കോവിഡ്. അതുകൊണ്ട് നമ്മൾ ഇതിലും വലിയ കാലം നമ്മൾ നേരിട്ടുണ്ട് എന്ന ചിന്തയിൽ മുന്നോട്ട് പോവുക. ഇനി തിരുവനന്തപുരത്തേക്കാണ് ഷബീദ് റാവുത്തർ ചേരുന്നു. ഷബീദ്, നമ്മുടെ ചാലക്കമ്പോളത്തിലൊക്കെ എന്താണ് അവസ്ഥ? തിരക്കുണ്ടോ? ഗുഡ് മോർണിംഗ്. SKN, വെരി ഗുഡ് മോർണിംഗ്. SKN, പതിവ് തിരക്കില്ല. അതായത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു വലിയ തിരക്കൊന്നും നമുക്ക് ഈ സമയത്ത് കാണാൻ കഴിയില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ ചാലയിൽ ഈ വിഷു വിപണിയുമായി ബന്ധപ്പെട്ട തിരക്കുണ്ടാവുകയുള്ളൂ. പക്ഷെ അപ്പോഴും നമുക്ക് ചില തിരക്കുകളും ചില കാഴ്ചകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ഈ നഗര കേന്ദ്രീകൃതമായതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് പൂവിനാണ് ഈ കണി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന പ്രാധാന്യം ഇപ്പോൾ കൂടുതൽ, കുറച്ച് കാലങ്ങളായി കൂടുതൽ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെയും ഈ തരത്തിൽ എന്താ പറഞ്ഞെന്താ വിഷു വരെയല്ലേ? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? വളരെ കുറവ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പോവാന്നോ? ഇല്ല, പുറത്തുനിന്ന് എടുക്കുകയാണോ? എവിടെ നിന്ന് എടുക്കുന്നേ? വെള്ളനാട്. ഏതായാലും ഇങ്ങനെയാണ് ഇപ്പൊ അമ്മ പറഞ്ഞത്. ഈ വെള്ളനാട് നിന്നാണ്, അതായത് നഗരത്തിലേക്ക് ഈ പൂവൊക്കെ എത്തുന്നത്, ഈ കണിക്കൊന്നയൊക്കെ എത്തുന്നത് വെള്ളനാട് ഭാഗങ്ങളിൽ നിന്നാണ്. മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത്തവണ വലിയ പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഈ വിപണിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുന്നത് ഒരു പ്രതിസന്ധിയുടെ കാലത്താണ് എന്നുള്ളത് കൂടി ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല നമുക്ക് ഈ അവിടുത്തെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ കണി ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനം അത് ഈ കൃഷ്ണവിഗ്രഹം തന്നെയാണ്. ഈ 30 രൂപ മുതൽ ഈ ചെറിയ കൃഷ്ണവിഗ്രഹം മുതൽ അങ്ങോട്ടേക്ക് 5000 രൂപ വരെയുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ അത് സാധാരണഗതിയിൽ ഉണ്ട്. 5 ഇഞ്ച് മുതൽ 4 അടി ഉയരമുള്ള വിഗ്രഹങ്ങൾ വരെ വിൽപ്പനയ്ക്കുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പിച്ചളയിൽ നിർമ്മിച്ചവയ്ക്ക് വില കൂടും. അതേപോലെ തന്നെ വിപണിയിൽ നെല്ല്, മഞ്ചാടിക്കുരു, കുന്നിക്കുരു, അതേപോലെ തന്നെ ഈ സിന്ദൂരം അടക്കമുള്ള കാര്യങ്ങൾക്കും ഇത് പ്രാധാന്യമേറുന്ന ഒരു കാലം കൂടിയാണ് ഈ വിഷുക്കാലം എന്നുള്ളതാണ്. ചേട്ടാ, കച്ചവടം എങ്ങനെയുണ്ട്? കുറവാണോ? എന്താ ഇങ്ങനെ ഒരു കുറവ് വരാൻ കാരണം എന്താ? ഈ ചൂടുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വരുമ്പോൾ വലിയ ആളായിരുന്നു രാവിലെ വലിയ ആളായിരുന്നു. ഇപ്പൊ എന്താ അങ്ങനെ ഇല്ല? അതിന് ചൂടുണ്ട്, ആളുകൾ വെളിയിറങ്ങാതെ. വിഷു കച്ചവടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് എന്താ? വിഷു പോകുന്നത് നമ്മൾ ഈ കണിക്കൊന്ന് പൂവ് തന്നെ പോകും. പ്ലാസ്റ്റിക്. എത്ര വില എങ്ങനെയാ?
ഇത് ഒരെണ്ണം 20 രൂപ. 20 രൂപ. ഓക്കെ. ഈ കൃഷ്ണവിഗ്രഹങ്ങളുടെ വില എങ്ങനെയാ? കൃഷ്ണ 150 രൂപ, 200 രൂപ, 300 രൂപ ആ റേറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ? പ്രധാനപ്പെട്ടത് ഈ ഐറ്റം. അതിന്റെ കാര്യം എന്താ? കാര്യമൊന്നുമില്ല, കുറച്ച് വില കുറവുണ്ട്. 150 രൂപ വെച്ച് എല്ലാവരും വാങ്ങിക്കുകയും ചെയ്യും. മറ്റേ വലുതാകുമ്പോൾ 400 രൂപ, 500 രൂപ ആ റേഞ്ചാകും. അതാണ്, അതായത് നമ്മൾ ഈ തൊട്ടപ്പുറത്ത് ചാലയിൽ തൊട്ടപ്പുറത്ത് പച്ചക്കറി കമ്പോളമാണ്. അവിടെയും ഈ തിരക്കേറി വരുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിസന്ധി കാലമാണ്. മാത്രമല്ല ഈ ചൂടൊക്കെ കാരണം ആളുകൾ ഈ വിപണിയിലേക്ക് രാവിലെ എത്തുന്നത് കുറവാണ്. പക്ഷേ അതേസമയം തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ആളുകൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഈ ചാലക്കമ്പോളത്തിൽ വലിയ തിരക്കാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷ്ണവിഗ്രഹവും ഈ കൊന്നപ്പൂവും എന്നൊക്കെ അപ്പുറത്തേക്ക് ഈ പച്ചക്കറികൾക്ക് വലിയ തരത്തിൽ ഒരു മാർക്കറ്റുള്ള ഒരു സമയം കൂടിയാണ് വിഷുക്കാലം. ഈ ചാലയിലേക്ക് സാധാരണ ഈ പച്ചക്കറി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തൊട്ടപ്പുറത്തേക്കാണ് പച്ചക്കറി മാർക്കറ്റ് ഉള്ളത്. അവിടെയും നമ്മൾ നേരത്തെ പോയിരുന്നു. കാര്യമായ തിരക്കില്ല, കാര്യമായ തിരക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു ഷബീർ റാവുത്തർ. തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ നിന്നാണ് ഷബീർ നമുക്കൊപ്പം ചേർന്നത്. ഇനി കൊച്ചിയിലെ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ലിഡിയ ജേക്കബ് ചേരുന്നു വീണ്ടും. ലിഡിയ, ഗുഡ് മോർണിംഗ് എഗെയിൻ. പറയ ലിഡിയ, ഏത് കമ്പോളത്തിലാണ് ഇപ്പം നിൽക്കുന്നത്? കാര്യം നാടൊട്ടുക്ക് കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുകയാണ്. വിഷുവിൻ്റെ ഒരു വരവ് കണിക്കൊന്ന നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല, വിഷുക്കാലമല്ലേ എന്ന് കണിക്കൊന്ന പറയല്ലേ? പറയൂ. തീർച്ചയായും ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെ തിരക്കും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ സജീവമായി വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും വളരെ സജീവമായിട്ടുള്ള വളരെ തിരക്കുള്ള ഒരു മാർക്കറ്റ് കൂടിയാണ്. പക്ഷേ വിഷു ആകുമ്പോൾ, ഓണമാകുമ്പോൾ, അങ്ങനെ ആഘോഷ ദിവസങ്ങളിലേക്ക് വരുമ്പോഴേക്കും എറണാകുളം മാർക്കറ്റിൽ വലിയ തിരക്കും കാര്യങ്ങളുമൊക്കെ അനുഭവപ്പെടും. ആ ഒരു തിരക്ക് ഈ ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ് എന്നുള്ളതാണ്. ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനായി, കണിയൊരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനായി, സദ്യ ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, ഇത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് വില? വില ഇപ്പം പൊതുവെ കുറവാണ്. പച്ചക്കറി എല്ലാം വില കുറവാണ്. കണി, വെള്ളരിയും അതുപോലെ തന്നെ ചക്കയും അങ്ങനെ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി? ഇല്ല, വാങ്ങിയിട്ടില്ല. അല്ലേ, ചൂടിന് മുമ്പ് ഇങ്ങനെ ഇറങ്ങിയതാണ്. അതെ അതെ, അത് തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങുന്നുണ്ട്. ഈ പ്രാവശ്യം വില കുറച്ച് കൂടുതലാണ് എന്ന് കച്ചവടക്കാർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് വിലയും കാര്യങ്ങളൊക്കെ? പച്ചക്കറികളുടെ വില എന്ന് പറഞ്ഞാൽ പയറ്, വെണ്ടയ്ക്ക എല്ലാം വില കുറവാണ്. ഓണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വരുന്ന ഒരു വിശേഷമാണ് വിഷു. വിഷുവിന് എല്ലാ സാധനങ്ങളും വില കുറച്ച് കൊടുക്കാനാണ് ഇത്. കുറവാണ്, വില കുറവാണ്. എല്ലാ സാധനങ്ങളും അധികം വരുന്നതുകൊണ്ട് വില കുറവുണ്ട്. അതുപോലെ ബീൻസ്, പച്ച ബീൻസ്, അങ്ങനെയുള്ള വെളുത്തുള്ളി, ചെറുനാരങ്ങ മാത്രമേ വില കൂടുതലുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും മാന്യമായിട്ടുള്ള വിലയിലാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ സവാളയൊക്കെ 2 കിലോ 50. തിരക്കുണ്ടോ? വിഷു തിരക്കുണ്ടോ? വിഷുവിന് ഇന്നലെ വൈകുന്നേരം നല്ല തിരക്കായിരുന്നു. രാവിലെ തിരക്ക് വളരെ കുറവാണ്. അതുപോലെ ഇടിയും ചക്കയൊക്കെ ഇപ്പോൾ വളരെ വില കുറച്ച് കൊടുക്കുന്നത്. ഒരെണ്ണം 50 രൂപയ്ക്കൊക്കെയാണ് ഇടിയും ചക്ക കൊടുക്കുന്നത്. അത് വലിയ ഇടിയും ചക്ക. അതുപോലെ നെല്ലിക്ക, നാരങ്ങ, എല്ലാ സാധനങ്ങളും മാന്യമായിട്ടുള്ള ഇത് കൊടുക്കുന്നത്. അത് തന്നെയാണ്. ഈ ഒരു സമയമായപ്പോഴേക്കും, വിഷു തലേന്നായപ്പോഴേക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിങ്ങനെ ഇനി ഒരു കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും വലിയ തിരക്കിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകുമെന്ന് തന്നെയാണ് കച്ചവടക്കാർ പറയുന്നത്. പക്ഷെ ചില ആളുകൾ, അല്പം മുമ്പ് സംസാരിച്ച ചില ആളുകൾ വില കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വില കുറവാണ് എന്നും പറയുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട്? ഇന്നിപ്പോൾ നാളെ വിഷുവല്ല, അതിൻ്റെതായ ഒരു ചെറിയൊരു വില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അച്ചിങ്ങ, വെണ്ടക്ക, ക്യാരറ്റ്, അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വില കൂടുതൽ. ബാക്കി എല്ലാ സാധനങ്ങളും വില കുറവാണ്. ഗ്യാസിന്റെ പ്രതിസന്ധിയൊക്കെ പറഞ്ഞ ആളുകൾ സാധനങ്ങൾ വാങ്ങാതിരിക്കുന്നത് കുറവാണ്. ഗ്യാസിൻ്റെ അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹോസ്റ്റലുകാരൊക്കെ വളരെ കുറവാണ്. 10 കിലോ മേടിക്കുന്ന ഒരു 5 കിലോ ഒക്കെ മേടിച്ചുകൊണ്ട് പോണത്. അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിഷുവിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ എവിടെ? വിഷുവിന്റെ തിരക്ക് എഴുന്നേറ്റ് വന്നുള്ള ആളുകൾ വരും. ഇന്നലെയൊക്കെ ഉണ്ടായി, വിഷുവിന്റെ അച്ചുറും ഉണ്ടായി, വന്നോണ്ടിരിക്കണ്. പിന്നെ ഗ്യാസ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പണിക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭായിമാരൊക്കെ റൂമിലില്ല, അവരൊക്കെ നാട്ടിൽ പോവുകയാണ്. ഇലക്ഷൻ മാത്രം പ്രമാണിച്ച് പോകണല്ല, ഗ്യാസില്ല, ഫുഡ് പാകം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ആൾക്കാരൊക്കെ പോകുന്നതാണ്. അത് തന്നെയാണ്, ഗ്യാസിന്റെ ഒരു ചെറിയ പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആളുകൾ ഈ സദ്യയൊക്കെ ലിഡിയ ജേക്കബാണ് കൊച്ചി വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.